എല്ലാവർക്കും എപ്പോഴും ഒരു പിടികിട്ടാത്ത ഒരു ചോദ്യമാണ് ഹാവ് യു എവർ. എവിടെ എങ്ങനെ ഉപയോഗിക്കണം എന്ന് നമുക്ക് പലപ്പോഴും അറിയാറില്ല അല്ലേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എ ന്യൂ ക്ലാസ് ഫ്രം ഇംഗ്ലീഷ് വിത്ത് എസ്. ഇന്ന് നമുക്ക് ഹാവ് യു എവറിനെ ഒന്ന് പരിചയപ്പെടാം. അതായത് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യം, ഞാനിവിടെ കാണിച്ചിരിക്കുന്ന ആ ഒരു ഡ്രോയിങ് ഒന്ന് ശ്രദ്ധിക്കുക. മുമ്പ് നിന്ന്, അതായത് പാസ്റ്റിൽ നിന്നും, മുമ്പ് നടന്നതിൽ നിന്നും ഇപ്പോൾ നടക്കുന്നതിൽ നിന്നും ഇടയിലായിട്ട് നമ്മൾ കാണിക്കുന്ന, അതായത് ഇപ്പം ഹൗ ബീൻ, ഹൗ ഹാഡ്, ഹൗ പ്ലേഡ് ഇങ്ങനെയൊക്കെ ഉപയോഗിക്കുന്നത് വെൻ വി ടോക്ക് അബൌട്ട് എ ടൈം ഫ്രം ദ പാസ്റ്റ് അൺടിൽ നൗ. അതായത് ഒരു പേഴ്സൻ്റെ ലൈഫ് ഇപ്പോൾ വരെയില്ലേ, ഇപ്പം ഒരു 45 അല്ലെങ്കിൽ 50 ഇയേഴ്സ് ആയ ആളുടെ ഫസ്റ്റ് മുതൽ 50 വരെയുള്ള ആ ഒരു ടൈം, അതാണ് ഹാവ് യു എവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ ഞാൻ ചോദിക്കുകയാണ്, ഹാവ് യു ബീൻ ടു റോം? നീ റോമിൽ പോയിട്ടുണ്ടോ? ഹാവ് യു ബീൻ ടു റോം? അപ്പോൾ പറയാണ് യെസ് ഐ ഹാവ് മെനി ടൈംസ്. ഞാൻ ധാരാളം വട്ടം പോയിട്ടുണ്ട്. ഓക്കെ. എന്നാൽ പിന്നെ ചോദിക്കുകയാണ്, ഹാവ് യു എവർ ബീൻ ടു ജപ്പാൻ? നീ ജപ്പാനിലേക്ക് പോയിട്ടുണ്ടോ? നോ ഐ ഹാവ് നെവർ ബീൻ ടു ജപ്പാൻ. ഞാൻ ജപ്പാനിൽ പോയിട്ടേയില്ല. അപ്പം ഇവിടെ ഹാവ് യു ബീനും ഹാവ് യു എവർ ബീനും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഇപ്പോൾ നീ എപ്പോഴെങ്കിലും ഹാവ് യു ബീൻ ടു ഫ്രാൻസ് ഇൻ യുവർ ലൈഫ്? നിൻ്റെ ജീവിതത്തിൽ പോയോ? നോ ഐ ഹാവ് നോട്ട്. ഞാൻ പോയിട്ടില്ല. ഐ ഹാവ് ബീൻ ടു കാനഡ ബട്ട് ഐ ഹാവ് നോട്ട് ബീൻ ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. ഓക്കെ. ഇവിടെ നമുക്ക് ഹാവ് യു ബീൻ എന്നതിനോടൊപ്പം എവറും നെവറും ഒക്കെ വെച്ചിട്ട് നമുക്ക് സംസാരിക്കാം. അതാണ് നമ്മളിവിടെ ഹാവ് യു എവർ നമ്മൾ രണ്ടാമത് ചോദിച്ചത്. അതായത് ഇപ്പോൾ പറയാണ്, ഹാസ് ആനി എവർ ബീൻ ടു ഓസ്ട്രേലിയ? എപ്പോഴെങ്കിലും ഓസ്ട്രേലിയയിൽ പോയിട്ടുണ്ടോ? യെസ് വൺസ്. ഒരിക്കൽ പോയിട്ടുണ്ട്. അപ്പോൾ ആ എവർ ബീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എപ്പോഴെങ്കിലും നീ പോയിട്ടുണ്ടോ. ഹൗ യു എവർ പ്ലേഡ് ഗോൾഫ്? യെസ് ഐ ഓഫൻ പ്ലേ ഗോൾഫ്. ഗോൾഫ് കളിച്ചിട്ടുണ്ടോ? നീ എപ്പോഴെങ്കിലും നിൻ്റെ ലൈഫിൽ നീ ഗോൾഫ് കളിച്ചിട്ടുണ്ടോ? അപ്പം മൈ മദർ ഹാസ് നെവർ ട്രാവൽഡ് ബൈ എയർ. അപ്പം ഈ ഹാവ് യു എവർ ബീൻ എന്ന് പറയുന്നത് പോലെ ഹാവ് ബീൻ അല്ലെങ്കിൽ ഹാസ് ബീൻ എന്ന് പറയുന്നത് പോലെയാണ് ഹാസ് നെവർ ട്രാവൽഡ് ബൈ എയർ. അതായത് ബീൻ ഉപയോഗിക്കുന്നതിന് നമ്മളിവിടെ ട്രാവൽ യൂസ് ചെയ്യുന്നത് മാത്രം. നെവർ ട്രാവൽഡ്, ഒരിക്കലും യാത്ര ചെയ്തിട്ടില്ല. ഇനി ഞാൻ പറയുന്ന, ഐ ഹാവ് നെവർ റിഡൻ എ ഹോഴ്സ്. ഞാൻ ഹോഴ്സ് ഓടിച്ചിട്ടേ ഇല്ല. ഹൂ ഇസ് ദറ്റ് മാൻ? ചോദിക്കുക, ഹൂ ഇസ് ദറ്റ് മാൻ? ഐ ഡോണ്ട് നോ. ഐ ഹാവ് നെവർ സീൻ ഹിം ബിഫോർ. എനിക്കറിയില്ല, കാരണം ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടേ ഇല്ല. ഓക്കെ. അപ്പോൾ ഇവിടെ ഹാവ് യു എവർ ബീൻ എന്ന് പറയുമ്പം പാസ്റ്റ് മുതൽ ലൈഫിൻ്റെ അറ്റ് പ്രസൻറ്റ് വരെ എപ്പോഴെങ്കിലും, അതാണ് ഹാവ് യു എവർ ബീൻ. ഓക്കെ. അപ്പോൾ ഹാവ് യു ബീൻ ടു റോം എന്ന് ചോദിക്കുമ്പോൾ നീ പോയിട്ടുണ്ടോ? എപ്പോഴെങ്കിലും എന്നെങ്കിലും നീ പോയിട്ടുണ്ടോ ചോദിക്കുമ്പം ഹാവ് യു എവർ ബീൻ. ഓക്കെ. ഇനി നമുക്ക് എല്ലാവരും ചോദിക്കുന്ന ഒരു ഡൗട്ടാണ് ഗോണും ബീനും തമ്മിലുള്ളൊരു ഡിഫറൻസ്. ഇപ്പോൾ ചോദിക്കുകയാണ്, വെർ ഈസ് രാജ? ഹീസ് എവേ. ഹി ഹാസ് ഗോൺ ടു സ്പെയിൻ. അവൻ സ്പെയിനിൽ പോയിരിക്കുകയാണ്. അതായത് രാജ ഹാസ് ഗോൺ ടു സ്പെയിൻ. അവൻ സ്പെയിനിലാണിപ്പോൾ. ഓക്കെ. അവൻ അവിടെയാണ്. അവൻ ഇവിടെ ഇല്ല. അവൻ സ്പെയിനിൽ പോയിരിക്കുകയാണ്, പോയിട്ടുണ്ട്, അവിടെയാണുള്ളതിപ്പോൾ. മനസ്സിലായോ? എന്നാലിപ്പോൾ രാജു സ്പെയിനിലൊക്കെ പോയി തിരിച്ച് വന്നിട്ട് നമ്മൾ കാണുക. അപ്പോൾ ഹായ് രാജ. ഹായ്, ഐ ഹാവ് ബീൻ ഓൺ ഹോളിഡേ. ഐ ഹാവ് ബീൻ ടു സ്പെയിൻ. ഞാൻ സ്പെയിനിൽ പോയിരിക്കുകയായിരുന്നു എന്നാണ് അവിടെ വരുന്നത്. ഓക്കെ. അതായത് രാജു ഹാസ് ബീൻ ടു സ്പെയിൻ, ദാറ്റ് ഈസ് ഹി വെൻറ്റ് ടു സ്പെയിൻ ബട്ട് നൗ ഹീ ഈസ് ബാക്ക്. ഓക്കെ ആയോ? അതായത് ആദ്യം പറഞ്ഞത് ഹി ഹാസ് ഗോൺ ടു സ്പെയിൻ, അവൻ സ്പെയിനിൽ പോയിരിക്കുകയാണ്. ഇപ്പോൾ രണ്ടാമത് പറഞ്ഞത് ഐ ഹാവ് ബീൻ ടു സ്പെയിൻ, ഞാൻ സ്പെയിനിൽ ആയിരിക്കായിരുന്നു.
ഞാൻ അവിടെ ആയിരുന്നു, ഇപ്പം ഞാനിങ്ങ് തിരിച്ചു വന്നല്ലോ. മുമ്പേ പറഞ്ഞത് തിരിച്ചു വന്നിട്ടില്ല, ആള് സ്പെയിനിലാണ്. ആ സമയത്താണ് നമ്മൾ ചോദിക്കുന്നത്, അപ്പോഴാണ് നമ്മൾ പറയുന്നത് ഹി ഹാസ് ഗോൺ ടു സ്പെയിൻ. പക്ഷേ ഇപ്പം ആൾ തിരിച്ചു വന്നു, അദ്ദേഹം പറയാണ് ഐ ഹാവ് ബീൻ ടു സ്പെയിൻ. ഓക്കെ, അപ്പം ഇത് ഇത്രയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഐ ക്യാൻ ഫൈൻഡ് സൂസൻ. വേർ ഹാസ് ഷീ ഗോൺ? ഞാൻ ഇതുവരെ അവളെ കണ്ടില്ല. വേർ ഈസ് ഷീ നൗ? അതാണ് ഉദ്ദേശിക്കുന്നത്. അവളിവിടെ പോയി എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവളിപ്പോൾ കാണുന്നില്ല, അവളിപ്പോൾ എവിടെയാണെന്നുള്ളതാണ് വേർ ഹാസ് ഷീ ഗോൺ എന്ന് ഉദ്ദേശിക്കുന്നത്. എന്നാൽ സൂസനെ കണ്ടിട്ട് ഞാൻ പറയാം ഐ വാസ് ലുക്കിംഗ് ഫോർ യു, വേർ ഹാവ് യു ബീൻ? ഞാൻ നിന്നെ നോക്കുമായിരുന്നു, നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഓക്കെ, അപ്പോൾ ഇവിടെ അതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അവൾ എവിടെ പോയി ചോദിക്കുമ്പം വേർ ഈസ് ഷീ നൗ, വേർ ഹാസ് ഷീ ഗോൺ, അവൾ എവിടെ പോയിരിക്കുകയാണ്. പിന്നെ അവളെ കണ്ടതിന് ശേഷം ഐ വാസ് ലുക്കിംഗ് ഫോർ യു, വേർ ഹാവ് യു ബീൻ, നീ ഇത്ര നേരം എവിടെയായിരുന്നു? ഓക്കെ, അവൾ എവിടെ പോയിരിക്കുകയാണെന്നാണ് ആദ്യം നമ്മൾ വേർ ഹാസ് ഷീ ഗോൺ കൊണ്ട് ഉദ്ദേശിച്ചത്. രണ്ടാമത് ഉദ്ദേശിച്ചത് വേർ ഹാവ് യു ബീൻ, നീ എവിടെയായിരുന്നു ഇത്ര നേരം? ഓക്കെ അല്ലേ, മനസ്സിലായില്ലേ? ഇനിയിപ്പോൾ നമുക്ക് അത് വെച്ചിട്ടുള്ളൊരു ചെറിയ സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യാം. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചെറിയ ടിപ്സുകൾ ലഭിക്കാനായിട്ട് എൻ്റെ പേഴ്സണൽ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ചേരാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ നമുക്ക് ഹാവ് യു എവർ ചേർത്തിട്ടൊന്ന് എഴുതാൻ ശ്രമിക്കാം. ഓക്കെ, അതായത് ഇപ്പോൾ ഫസ്റ്റ് ഞാനൊരു ക്വസ്റ്റ്യൻ പറയാം. ദുബായ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ അല്ലേ. ഹാവ് യു എവർ ബീൻ ടു ദുബായ്? ഹാവ് യു എവർ ബീൻ ടു ദുബായ്? അതുപോലെ താഴെ കൊടുത്തിരിക്കുന്ന ഹാവ് യു എവർ ചേർത്ത് എഴുതുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ക്രിക്കറ്റ്. ഇപ്പം പ്ലേ ക്രിക്കറ്റാണ്, പ്ലേ ക്രിക്കറ്റ്. അപ്പോൾ അത് നിങ്ങൾ അവിടെ ഞാൻ പ്ലേയും ക്രിക്കറ്റും കൊടുത്തിട്ടുണ്ട്, അത് നിങ്ങൾ ചേർത്ത് എഴുതണം. ഓക്കെ, ഇനിയും തേർഡ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് എന്താണ് ഒരു സെൻറ്റൻസ് വേർഡ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ലണ്ടൻ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങളിങ്ങനെ എഴുതുക, രാജു ഹാസ് ബീൻ ടു ലണ്ടൻ ട്വൈസ്. രാജു ഹാസ് ബീൻ ടു ലണ്ടൻ ട്വൈസ്. അതുപോലെ 2 എക്സാമ്പിൾ നിങ്ങൾ അതുകൂടി എഴുതാൻ ശ്രമിക്കുക. ഓക്കെ, ഇവിടെ ഈ ഹാവ് യു എവറും ഗോണും ബീനും ഒക്കെ സാധാരണ ഡൗട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. തീർച്ചയായിട്ടും അതിന് ഞാൻ റിപ്ലൈ നൽകാം. എന്തായിരിക്കും? താങ്ക് യു ഫോർ വാച്ചിങ്. സൈനിങ് ഓഫ്.